ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗാർഡൻസ്. അപ്പം എല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷം കഴിഞ്ഞു. ഇനി നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? ന്യൂ ഇയർ ആണ്. അപ്പം പുതിയ വർഷമാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. അടുത്ത 2026 എന്ന് പറയുന്നത് ഒരുപാട് നമ്മളുടെ അവസരങ്ങളാണ് നമുക്ക് വരുന്നത്. ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. ഡിഗ്രിയിലെ എക്സാംസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നതാണ് ബെബ്കോ LDC എക്സാം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ ഒക്കെ ഒരുപാട് വരാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ എക്സാം എന്താണ്? 2026 എന്തായാലും എക്സാം വരാൻ പോകുന്നതാണ് അല്ലേ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക. 2026 ഡിഗ്രിക്കാർക്ക് നല്ലൊരു അവസരം വരുന്നുണ്ട്. 5-6 എക്സാംസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് SBCIയുടെ പോലും നമുക്ക് മാർച്ചിന്റെ കലണ്ടറിൽ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ എക്സാമിലും എന്താണ്? ഒറ്റ പ്രിലിംസ് ആണ്. നിങ്ങൾ ഒറ്റ പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസ് എക്സാമിന് മാത്രം സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ഉണ്ടാകും. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് എല്ലാം നമുക്ക് എന്താണ് അതൊന്നും ആ സ്പെഷ്യൽ ടോപ്പിക് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ നമുക്ക് ഒറ്റ ഇതാണ് വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കാം, നല്ല രീതിയിൽ ടൈം ടേബിൾ യൂസ് ചെയ്ത് ഒരു 8-9 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 എക്സാമിനും 5 അഡ്വൈസ് അല്ലെങ്കിൽ 6 അഡ്വൈസ് ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താണ് അസിസ്റ്റന്റ് പ്രൊസൻ ഓഫീസർ വരുന്നുണ്ട് അല്ലേ. ഒരുപാട് നമ്മുടെ എക്സാമുകളാണ് നമുക്ക് ഇങ്ങനെ 2026 വരുന്നത്. അതിനെ കൂടാതെ നമുക്ക് വരാൻ പോകുന്നതാണ് ബെബ്കോ LDC എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം കൂടിയാണ് ബെബ്കോ LDC എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബെബ്കോ LDC എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഇതിലാണ് നമുക്ക് വരുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തുടങ്ങി 36 വയസ്സ് വരെയാണ്. ഇത് നമുക്ക് OBC കാറ്റഗറി ആണെങ്കിലും SC ST കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? OBCക്ക് 3 വർഷവും SC ST കാറ്റഗറിക്ക് 5 വർഷവും നമുക്ക് ഏജ് റിലാക്സേഷൻ നമുക്ക് വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ SLC അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ളതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ. എല്ലാത്തിനും നമുക്ക് എന്താണ് ഒരു ടൈം ഉണ്ട്. ആ ടൈം യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഏജ് 18 വയസ്സിനും 36 വയസ്സാണ്. അത് 1989-നും 2007 ആ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നവർക്കാണ് നമുക്ക് ഈ എക്സാം എഴുതുന്ന ആ ഒരു ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് പബ്ലിഷ് ചെയ്തത് നമുക്ക് 2024 അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയാൻ 2027 വരെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. 6/2/2027 നമ്മൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ 2026 നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു. 2027 6/2/2027 നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കണം. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5/2/2027 നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന പോലെ സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ ആണ്. എക്സാം പാറ്റേൺ പ്രിലിംസ് പ്ലസ് മെയിൻസ് വരാനാണ് സാധ്യത. നമുക്ക് എന്തായാലും പ്രിലിംസും മെയിൻസ് എക്സാമും ഉണ്ടാകുന്നതാണ്. പ്രിലിംസിന്റെ കഴിഞ്ഞ തവണ നമ്മുടെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80.33 പ്രിലിംസിന്റെ കട്ട് ഓഫ്. അത് മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് വരുന്നത്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ലിസ്റ്റിൽ 1623 പേരാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ സപ്ലിമെന്റ് ലിസ്റ്റിൽ 1532 പേര് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഏബിൾഡ് ഡിഫറെന്റ്ലി ഏബിൾഡ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 46. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3201 പേരാണ് നമ്മളുടെ ഇതിൽ ടോട്ടൽ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, അഡ്വൈസ് ആകെ പോയിരിക്കുന്നത് നമ്മളുടെ 249 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അത് 10/9/2025 ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 249 പേർക്ക് പോയിട്ടുണ്ട്. അതിൽ മിസ് മെയിനായിട്ട് പറയുന്ന ഒരു ഫ്രഷും അതുപോലെ 248 NJD ആണ് നമ്മളുടെ എന്താണ് നമ്മളുടെ നോൺ ജോയിന്റ് ഡ്യൂട്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ എന്താണ് നമുക്ക് അഡ്വൈസ് പോയിട്ട് ജോയിൻ ചെയ്യാതെ വന്നിരിക്കുന്ന വാക്കൻസിയാണ് 248 എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരേ ഒരാളാണ് ആ ഒരു വാക്കൻസിയിൽ കയറിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എങ്ങനെ വന്നാലും നമുക്കിതൊരു കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരാൾക്കാണ് നമുക്ക് ആ വാക്കൻസിയിലേക്ക് കയറാൻ പറ്റുന്നത് അല്ലേ. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൊമോഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കൻസീസ് വരുന്നുണ്ട്. റിട്ടയർ ആയിട്ടാണെങ്കിൽ നമുക്ക് വാക്കൻസീസ് വരുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ജോലിക്ക് പോയവരാണെങ്കിൽ ആ വാക്കൻസിയും വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ ഈ പറയുന്ന അഡ്വൈസ് നമുക്ക് വരുന്നില്ല. ആകെ ഒരാൾക്ക് മാത്രമാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, അതിനൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് നമ്മൾ ലിസ്റ്റിൽ വന്നിട്ട് പോലും നമുക്ക് എന്താണ് ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ മിക്ക ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് നമ്മളുടെ ബിവറേജസിൽ ഇത് വരുന്നത് അല്ലെ. ഇപ്പൊ ഈ അടുത്ത് തന്നെയാണെന്ന് നമുക്ക് അറിയാലോ, ഓരോ ആഘോഷം കഴിയുമ്പോഴും നല്ല രീതിയിലുള്ള നമുക്ക് എന്ത് വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് വരുന്ന ഒരു മേഖലയാണ് നമ്മളുടെ ബിവറേജസിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ സാലറിയും പെൻഷനും അതുപോലെ നമ്മളുടെ എന്താണ് ആനുകൂല്യങ്ങളും ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. നല്ല രീതിയിലാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്വൈസിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ബെബ്കോ LDC എന്ന്
പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ബെബ്കോ LDC ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം UDC, അതിലെ സീനിയർ അസിസ്റ്റന്റ്, അതിന് നടക്കൊരു അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ല, അത് നമ്മുടെ അസിസ്റ്റന്റ് എന്നുള്ള ഒരു പോസ്റ്റ് ആയിരുന്നത്. അതിപ്പോ നമുക്ക് ഇതിലില്ല, പകരം എന്താണ് സീനിയർ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ എന്താണ് അസിസ്റ്റന്റ് മാനേജർ, പിന്നെ നമ്മളുടെ മാനേജർ, റീജിയണൽ മാനേജർ. അതായത് ഒരു ബെബ്കോ LDC ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാള് റീജിയണൽ മാനേജർ ആയിട്ടാണ് നമുക്ക് വരുന്ന പ്രൊമോഷൻ ഏറ്റവും കൂടി നമുക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ജോലിയാണ് ബെബ്കോ എന്ന് പറയുന്നത്. നല്ല ബെനിഫിറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നും നോക്കണ്ട. നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾ വരും, അഡ്വൈസിന് മാറ്റം വരും, ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴൊക്കെ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി 2026 ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിൻ PSC നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ മിൻ PSC എന്ന് പറയുന്ന നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി ഒരിക്കലും മറക്കരുത്, 2026 എന്ന് പറയുന്നത് നല്ല അടിപൊളി അവസരമാണ്. ഒന്നും പറയാനില്ല. ഇപ്പൊ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്കൊരു സ്ഥിര വരുമാനം വേണം, എനിക്കൊരു ഒരു സർക്കാർ ജോലി ആവശ്യമാണ് എന്നുള്ളവരെല്ലാവരും തന്നെ ഒരു 8-9 മണിക്കൂർ എങ്ങനെ വന്നാലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2026 എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. 2027 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് മിസ് ഒന്നുകൂടി പറയാണ്, ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ ജാനുവരി റെസൊല്യൂഷൻ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ആ ഒരു റെസൊല്യൂഷൻ ആയിട്ട് എടുക്കുക. എനിക്കൊരു ജോലി വേണം, എനിക്കൊരു സർക്കാർ ജോലി വേണം എന്നുള്ള ഒറ്റ വിശ്വാസത്തോട് തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക്